ഭൂമിക്ക് പുറത്ത് ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതൽ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭൂമിയിൽ ജീവനുണ്ടെങ്കിൽ ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളിൽ എന്തുകൊണ്ട് ജീവനുണ്ടാകുന്നില്ല? ഭൂമിക്ക് പുറത്ത് ജീവൻ്റെ യാതൊരു തെളിവും ലഭിക്കാതെ വെറും സാധ്യതകൾ മാത്രം തേടുമ്പോൾ നാം വെറും ഭാവനയുടെ ലോകത്തല്ലേ എന്ന് സംശയിച്ചേക്കാം. എന്നാൽ നാം അന്വേഷിക്കുന്നത് നമ്മുടെ ഭാവനകൾ ശരിയാണോ എന്നല്ല. ഭൂമിയിൽ ജീവനുണ്ടെന്നത് നമ്മുടെ കൺമുമ്പിലാകെ തെളിവായിരിക്കെ സമാനമായ ഗ്രഹങ്ങളിൽ ജീവനുണ്ടാകുമോ എന്നാണ് നാം സംശയിക്കുന്നത്. പ്രത്യേകിച്ചും മറ്റു നക്ഷത്രങ്ങൾക്കും ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളുണ്ടെന്ന അറിവ് കൂടി നമുക്കുള്ളപ്പോൾ. നമ്മുടെ ഗവേഷണങ്ങളെല്ലാം വ്യക്തമായി കാണിക്കുന്നത് ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളുള്ള എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങൾ മിൽക്കി വേ ഗാലക്സിയിൽ ഉണ്ടെന്നതാണ്. അതുപോലെ തന്നെ എത്രയെത്ര ഗാലക്സികൾ. തൽക്കാലം നമ്മുടെ ഗാലക്സിയുടെ പുറത്തുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. വളരെയധികം ദൂരത്താണവ. നമ്മെ ആകർഷിക്കുന്നത് നമ്മുടെ ഗാലക്സിയിൽ തന്നെ സൂര്യനടുത്ത് സ്ഥിതി ചെയ്യുന്ന പല നക്ഷത്രങ്ങൾക്കും ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളുണ്ടോ എന്നതാണ്. അവയിൽ എവിടെയെങ്കിലും ജീവനുണ്ട് എന്നറിയുന്നത് തന്നെ മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ത്രസിപ്പിക്കുന്ന വിവരമായിരിക്കും. നക്ഷത്രങ്ങളും അവയുടെ ചുറ്റും ഗ്രഹങ്ങളും രൂപപ്പെടുന്ന പ്രക്രിയ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിൽ എവിടെയായാലും ഭൂമി കടന്നു വന്ന അതേ ഭൗതിക ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. അവിടെ ജലത്തിൻ്റെ സാന്നിധ്യവും അഗ്നിപർവ്വതങ്ങളും അതുപോലെ ഭൂമിയിലുള്ള വാതകങ്ങളും ലവണങ്ങളും എല്ലാം ഉണ്ടാകും. ഇവയെല്ലാം അത്തരം ഗ്രഹങ്ങളിൽ രൂപപ്പെടുന്നത് സാധാരണമാണ്. ഭൂമിയിൽ ജീവനുണ്ടായെങ്കിൽ ഭൂമിക്ക് സമാനമായ അത്തരം ഗ്രഹങ്ങളിലും ജീവനുണ്ടാകാനുള്ള സാധ്യത നമ്മളെങ്ങനെ തള്ളിക്കളയും? ഭൂമിയിൽ തന്നെ വളരെ കഠിനമായ അവസ്ഥകളിൽ ജീവനുണ്ടെന്ന് നമുക്കറിയാം. ആസിഡ് അല്ലെങ്കിൽ ആൽക്കൽ നിറഞ്ഞ ജലത്തിൽ, ഭയങ്കരമായ ചൂടിൽ, ഐസിനടിയിൽ, മണ്ണിനടിയിൽ, കടലിലെ ഭയങ്കരമായ മർദ്ദത്തിലും ഇരുട്ടിലും എന്നിങ്ങനെ എല്ലായിടത്തും ജീവനുണ്ട്. അതുകൊണ്ട് തന്നെ ജീവൻ്റെ രസതന്ത്രം പരിണമിച്ചു വരാൻ നമുക്ക് അനുഭവപ്പെടുന്ന ഭൂമിയിലെ സുഖകരമായ അവസ്ഥ വേണമെന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരൽപ്പം കഠിനമായ ഗ്രഹങ്ങളിലും ജീവനുണ്ടാകാം. എന്തെല്ലാം വൈവിധ്യമാർന്ന ജീവികളായിരിക്കും ഒരു ഗ്രഹത്തിൽ പരിണമിച്ചു വരികയെന്നത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അവയ്ക്ക് ഭൂമിയിലെ ജീവികളിലുള്ള വൈവിധ്യങ്ങളുമായി സാമ്യതകൾ ഉണ്ടാകുമെന്നാണ്. കാരണം ജീവികളുടെ പ്രത്യേകതകൾ നിർണ്ണയിക്കുന്നത് രസതന്ത്രത്തിൻ്റെയും ഭൗതികശാസ്ത്രത്തിൻ്റെയും നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ വെച്ച് ഏതാണ്ട് 350 കോടി വർഷങ്ങൾ പ്രകൃതി ഭൂമിയിൽ നടത്തിയ പരീക്ഷണങ്ങൾ മറ്റൊരു ഗ്രഹത്തിൽ നടക്കാതെ പോകുന്നത് എങ്ങനെയാണ്? മാത്രമല്ല അത്തരം നിയമങ്ങൾ പ്രപഞ്ചത്തിൽ എവിടെയും ഒന്നു തന്നെയായിരിക്കും. ഉദാഹരണമായി മറ്റ് ഗ്രഹങ്ങളിലും ഏറ്റവും ചെറിയ ജീവൻ വെറും കോശങ്ങൾ മാത്രമായിരിക്കുമെന്നും വലിയവ അനേകം കോശങ്ങൾ അടുക്കി രൂപപ്പെട്ടതായിരിക്കുമെന്നതും അനുമാനിക്കാൻ ഭൗതികശാസ്ത്രം മാത്രം മതി. നക്ഷത്രപ്രകാശം നേരിട്ടുപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തി ഊർജമുണ്ടാക്കുന്ന ജീവികൾ സങ്കീർണമായ രൂപഘടനയുള്ള ജീവികളുള്ള ഗ്രഹങ്ങളിൽ പരിണമിച്ചു വന്നിട്ടുണ്ടാകും. ഒരു ഗ്രഹത്തിൽ മൃഗങ്ങളുണ്ടെന്ന് നാം അനുമാനിച്ചാൽ അവിടെ സസ്യങ്ങളുണ്ടെന്നത് അനുമാനിച്ചേ പറ്റൂ. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളുണ്ടെങ്കിലേ മൃഗങ്ങൾക്ക് പരിണമിക്കാൻ സാധിക്കൂ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അന്യഗ്രഹങ്ങളിലെ ജീവികളെക്കുറിച്ച് പറയാൻ കഴിയും. ഇതൊക്കെയാണെങ്കിലും നമ്മെപ്പോലെ ബുദ്ധിയുള്ള ജീവികളുണ്ടാകാനുള്ള സാധ്യത എന്താണ്? ജൈവ വൈവിധ്യങ്ങളിലെ ഒരു കണ്ണി മാത്രമാണ് ബുദ്ധിയുള്ള ജീവികൾ. മസ്തിഷ്കം, കുറഞ്ഞപക്ഷം ഏതാനും നാഡീകോശങ്ങളെങ്കിലും ഇല്ലാത്ത ജീവികൾ ഭൂമിയിൽ കുറവാണ്. ആ പ്രത്യേകത പരിണാമത്തിലൂടെ വളരെ വിപുലമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന ജീവികളുള്ള ഗ്രഹങ്ങളിൽ മസ്തിഷ്കം തിരഞ്ഞെടുക്കപ്പെടാതെ പോകില്ല. നമ്മുടെ ഗാലക്സിയിലെ ജീവികളുള്ള ഗ്രഹങ്ങളിൽ ചിലതിലെങ്കിലും തീർച്ചയായും ശക്തിയാർന്ന മസ്തിഷ്കമുള്ള ജീവികളുണ്ടാകും. പക്ഷേ ഭൂമിയിലെ മസ്തിഷ്കം വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് പോലെയാണോ അന്യഗ്രഹ ജീവികളുടെ മസ്തിഷ്കം ചെയ്യുകയെന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മെ അതിശയിപ്പിക്കുന്നത് നമ്മെപ്പോലെ ആരെങ്കിലും എവിടെയെങ്കിലും ഉള്ളതിൻ്റെ ഒരു ലക്ഷണവും ഒരിക്കൽ പോലും നമുക്ക് ലഭിച്ചിട്ടില്ലെന്നതാണ്. ആകെ ഒരു നിശബ്ദത. ഭൂമിയിൽ നിങ്ങൾ മാത്രമേയുള്ളൂ എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എത്ര തിരഞ്ഞാലും മറ്റൊരു മനുഷ്യനെ കാണാത്ത അവസ്ഥ. അതുപോലെയാണ് ഭൂമിക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ. എന്തുകൊണ്ടായിരിക്കും ഭൂമിക്ക് പുറത്ത് ആരെങ്കിലും ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ കാണാത്തത്? ഫെർമി പാരഡോക്സ് എന്ന് വിളിക്കുന്ന ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ ഊഹാപോഹങ്ങളായുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ള ഗാലക്സികളിലൊന്നിലും ജീവികളോ നമ്മെപ്പോലെ ബുദ്ധിയുള്ള ജീവികളോ ഉണ്ടാകില്ല. പ്രകാശത്തിന് പോലും 1000-ഓ 10,000-ഓ വർഷങ്ങളെടുക്കുന്ന അത്രയ്ക്കും ദൂരത്തിലായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബുദ്ധിയുള്ള ജീവികൾ.
അങ്ങനെ വരുമ്പോൾ അവരെ റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ച് പോലും ബന്ധപ്പെടാൻ നമുക്കോ അതുപോലെ തിരിച്ചോ അവർക്കോ സാധിക്കില്ല. നാം അയക്കുന്ന സിഗ്നലുകൾ അവിടെ എത്താൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കുമെന്നത് മാത്രമല്ല പ്രശ്നം. അത്രയും ദൂരമൊന്നും എത്തുന്ന ശക്തിയിൽ ഒരു സിഗ്നൽ അയക്കാനുള്ള ഊർജവും നമ്മുടെ പക്കലില്ല. മിക്കവാറും ചെറിയ നക്ഷത്രം പുറപ്പെടുവിക്കുന്ന അത്രയും ശക്തിയിൽ തന്നെ നാം റേഡിയോ സിഗ്നലുകൾ അയക്കേണ്ടി വരും. എന്നാലേ അവ ആയിരക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചാലും തിരിച്ചറിയാൻ പറ്റുന്ന തീവ്രതയുണ്ടാകൂ. ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾക്ക് ശക്തമായ സിഗ്നലുകൾ അയക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ അവരുടെ സിഗ്നലുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷേ വളരെ നേരിയ തീവ്രതയിൽ മാത്രം. അവ കണ്ടെത്താനുള്ള സെൻസിറ്റിവിറ്റി നമ്മുടെ ടെലസ്കോപ്പുകൾക്കില്ലായിരിക്കും. കൂടുതൽ ശക്തമായ ടെലസ്കോപ്പുകൾ അവ നമുക്ക് ഭാവിയിൽ കാണിച്ചു തന്നേക്കാം. ഭൂമിയിൽ നിന്നും ഏതാനും പ്രകാശ ദിവസങ്ങളോ പ്രകാശ ആഴ്ചകളോ കുറഞ്ഞപക്ഷം പ്രകാശ മാസങ്ങളോ അടുത്തായി നമ്മെപ്പോലെ ജീവികളുള്ള നക്ഷത്രങ്ങളുണ്ടായിരുന്നെങ്കിൽ റേഡിയോ സിഗ്നലുകൾ വഴി ആശയവിനിമയം കുറച്ചെങ്കിലും പ്രായോഗികമായിരുന്നു. ഇങ്ങനെ അടുത്തടുത്ത് ജീവികളുള്ള നക്ഷത്രയൂഥങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ടാകാം. എന്തായാലും ആ ഭാഗ്യം ഭൂമിക്കില്ല. നൂറുകണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള ജീവികൾക്ക് ഭൂമി എന്ന നമ്മുടെ ഗ്രഹത്തിൽ ബുദ്ധിയുള്ള ജീവികളുണ്ടാകാനുള്ള സാധ്യതയൊന്നും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ അവർക്കടുത്തുള്ള മറ്റു ഗ്രഹങ്ങളിലെ ജീവികളുമായി സമ്പർക്കം പുലർത്തുന്ന തിരക്കിലായിരിക്കും. പരമാവധി നമ്മുടെ നക്ഷത്രത്തിന് ജീവനുണ്ടാകാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളുണ്ടെന്ന് മാത്രമായിരിക്കും അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അതുമല്ലെങ്കിൽ ആരും സൂര്യനെ തിരിച്ചറിഞ്ഞിട്ട് കൂടെ ഉണ്ടാവില്ല. നമുക്ക് അന്യഗ്രഹ ജീവികളുടെ സിഗ്നലുകൾ ലഭിക്കാത്തതിന് മറ്റൊരു കാരണം ഭൂമിയുടെ അടുത്തുള്ള ജീവനുള്ള ഗ്രഹങ്ങളിൽ ഒന്നുകിൽ ബുദ്ധിയുള്ള ജീവികൾ ഇതുവരെ പരിണമിച്ചു വന്നിട്ടില്ല എന്നതായിരിക്കും. അതുമല്ലെങ്കിൽ അവിടെ ബുദ്ധിയുള്ള ജീവികൾ സാങ്കേതിക വിദ്യകൾ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ലായിരിക്കാം. അവർ അവരുടെ ശിലായുഗത്തിലോ ഇരുമ്പ് യുഗത്തിലോ ആയിരിക്കാം. റേഡിയോയും ടെലസ്കോപ്പുമൊക്കെ കണ്ടുപിടിക്കാൻ അവർ ഇനിയും ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാം. ബുദ്ധിയുള്ള ജീവികൾ പരിണമിച്ചു വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മനുഷ്യൻ്റെ പൂർവികരായ ആൾക്കുരങ്ങുകളിൽ എഴുന്നേറ്റ് നിൽക്കാനും കൈകൾ കണ്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞതും ഭാഷയെന്ന കഴിവുണ്ടായതുമാണ് ബുദ്ധിയുടെ പരിണാമത്തിനുള്ള പ്രധാന കാരണങ്ങൾ. ബുദ്ധി തിരഞ്ഞെടുക്കപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ ബുദ്ധി മാത്രമായിരിക്കണം അതിജീവന മാർഗം. ഉദാഹരണത്തിന്, നന്നായി മരം കയറാനോ വേഗത്തിൽ ഓടുവാനോ സിംഹവും പുലിയും ഇരപിടിക്കുന്നത് പോലെ വേട്ടയാടി പിടിക്കാനുള്ള ശക്തിയോ ഉണ്ടെങ്കിൽ അതിജീവനത്തിനായി അത്തരം ഗുണങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാനാണ് കൂടുതൽ സാധ്യത. കാരണം ബുദ്ധി മറ്റു കഴിവുകൾ പോലെയല്ല. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ സമയം വേണം. ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ബുദ്ധി ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്താം, പക്ഷേ സമയമെടുക്കും. പെട്ടെന്ന് വേണമെങ്കിൽ, അതുമല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിജീവന സാധ്യത കുറയും. ഭൂമിയിൽ നാം സാപ്പിയൻസും വംശനാശത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ബുദ്ധിയുടെ പരിണാമത്തിലെ ഈ പ്രത്യേകത അന്യഗ്രഹങ്ങളിലും പൊതുവായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവികൾ പരിണമിച്ചു വന്ന ഗ്രഹങ്ങളിൽ ബുദ്ധി ഉണ്ടായിരുന്ന ജീവികൾ പരിണാമപാതയിൽ വംശനാശം സംഭവിച്ചു പോകാൻ വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാത്ത ജീവികൾ. നമുക്കടുത്തുള്ള ജീവനുള്ള ഗ്രഹങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അവരിൽ കുറച്ചുപേർ പല ഗ്രഹങ്ങളിലും ഫോസിലുകളായി ഉറങ്ങുന്നുണ്ടാകും. ഇനിയിപ്പോൾ നമ്മുടെ അയൽക്കാരായ അന്യഗ്രഹ ജീവികൾക്ക് ബുദ്ധിയുണ്ടെങ്കിലും അവർക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ കഴിയാതെ പോയോ? സാപ്പിയൻസ് ഭൂമിയിൽ പരിണമിച്ചു വന്നത് ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അതിനുശേഷമുള്ള അമ്പും വില്ലും പോലെയുള്ള പ്രാകൃത സാങ്കേതിക വിദ്യകളിൽ പുരോഗതി കാണാമെങ്കിലും ശാസ്ത്ര അറിവുകൾ നേടിയത് ഏതാനും 100 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു. എന്താണ് ഇത്ര താമസിച്ചത്? മാത്രമല്ല, ഇന്ന് പോലും പ്രാകൃതമായ സാങ്കേതിക വിദ്യകളുമായി കഴിഞ്ഞുകൂടുന്ന ഗോത്രവർഗ്ഗക്കാർ ഭൂമിയിലുണ്ട് എന്നോർക്കണം. ബുദ്ധിയുണ്ടെങ്കിലും സാങ്കേതിക വിദ്യകൾ നേടണമെങ്കിൽ വേറെയും കടമകളുണ്ട്. ഭൂമിയിൽ കൃഷി ചെയ്ത് ഭക്ഷണമുണ്ടാക്കിയവരും മൃഗങ്ങളെ ഇണക്കി വളർത്തി അധ്വാനഭാരം കുറച്ചവരുമാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. അവർക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയെന്ന് മാത്രമല്ല, കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ട പലവിധ ആവശ്യങ്ങളുണ്ടാവുകയും ചെയ്തു. സമാനമായി ലോഹങ്ങളും യന്ത്രങ്ങളും ഉണ്ടാക്കി അധ്വാനഭാരം കുറച്ചവരൊക്കെ തന്നെയാണ് തുടർന്നും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഉണ്ടാക്കിയത്. എന്നാൽ ഭൂമിയിൽ ചിലർക്കതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അന്യഗ്രഹത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഭൂമിയിലെ ഗോത്രവർഗ്ഗക്കാരെ പോലെ ഒരിക്കലും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഇല്ലാതെ ജീവിക്കുകയാകുമോ നമ്മുടെ അടുത്തുള്ള അന്യഗ്രഹ ജീവികൾ? കൃഷിയും
മൃഗങ്ങളെ ഇണക്കി വളർത്തലും ലോഹങ്ങളും കണ്ടുപിടിച്ച എല്ലാവർക്കും ഗോത്രവർഗക്കാരുടെ അവസ്ഥ മാറി വമ്പൻ സാങ്കേതിക വിദ്യകൾ ഉണ്ടാകുമോ? പ്രാകൃതാവസ്ഥയിൽ നിന്നും ആധുനികതയിലേക്കുള്ള പാതയിൽ ധാരാളം ഊർജം ആവശ്യമാണ്. എളുപ്പത്തിൽ ലഭിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ശാസ്ത്രത്തെ പെട്ടെന്ന് മുന്നോട്ട് നയിക്കും. ഭാഗ്യത്തിന് കൽക്കരിയുടെയും പെട്രോളിയത്തിൻ്റെയും രൂപത്തിൽ അങ്ങനെയൊരു ഊർജ്ജ സ്രോതസ്സ് നമ്മുടെ ഗ്രഹത്തിൽ ലഭ്യമായിരുന്നു. അത്തരം സ്രോതസ്സുകളില്ലെങ്കിൽ മറ്റുള്ള പ്രകൃതി വിഭവങ്ങളിൽ നിന്നും ആദ്യം താപോർജ്ജവും പിന്നീട് വൈദ്യുതോർജ്ജവും ഉണ്ടാക്കാൻ കഴിയണം. ശാസ്ത്രം പെട്ടെന്ന് വളർന്നാൽ, ഉദാഹരണത്തിന് പകർച്ചവ്യാധികൾക്കെതിരെ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ, വംശനാശങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കുറയും. ചുരുക്കത്തിൽ, ബുദ്ധിയുള്ള ജീവികൾ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന പാതയത്ര എളുപ്പമുള്ള ഒന്നല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭൂമിയിൽ സംഭവിക്കാമെങ്കിൽ കുറേ ഗ്രഹങ്ങളിൽ സമാനമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച ജീവനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തുമോ? ഇതുവരെ അന്യഗ്രഹ ജീവികളുടെ സിഗ്നലുകൾ ഒന്നും തന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഒരിക്കൽ ഒരു പേടകം സൗരയൂഥത്തിൽ പ്രവേശിക്കുകയും ഭൂമിയുടെ ചുറ്റിലും കറങ്ങി നമ്മെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ടാകുമോ? ഒരിക്കൽ നമ്മെപ്പോലുള്ള ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വരുമോ എന്ന ചോദ്യത്തിന് ഉത്തരം സാധ്യത തീരെ കുറവാണെന്നതാണ്. അതുപോലെ നാം മനുഷ്യർ നക്ഷത്രാന്തര യാത്രകൾ നടത്തുമോ എന്നതിനും ഉത്തരം സാധ്യത തീരെ കുറവാണെന്നതാണ്. സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പോലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ദൂരത്തിലാണ്. ഒരു സെക്കൻഡിന് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം അങ്ങനെ 4 വർഷങ്ങൾ സഞ്ചരിക്കണമത്രേ അവിടെ എത്താൻ. ഇങ്ങനെയാണെങ്കിലും നക്ഷത്രാന്തര യാത്രകൾ നടത്താൻ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്നത് തെറ്റാണ്. അതിവേഗതയിൽ സഞ്ചരിക്കണമെന്ന് മാത്രം. പക്ഷെ നമുക്ക് പ്രകാശവേഗതയുടെ അടുത്ത് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ സ്ഥലകാലത്തിൻ്റെ ആപേക്ഷികത കാരണം ഒരു മനുഷ്യായുസ്സിൽ ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾ താണ്ടാൻ കഴിയും. നക്ഷത്രാന്തര യാത്രകൾക്ക് സമയം ഒരു പ്രശ്നമല്ല, പക്ഷേ ഊർജം ഒരു പ്രശ്നം തന്നെയാണ്. റോക്കറ്റിനെ അതിവേഗതയിലേക്ക് ത്വരണം ചെയ്യാനുള്ള ഊർജം എങ്ങനെയുണ്ടാക്കുമെന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ഇതിന് വളരെയധികം ഊർജം ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ റോക്കറ്റിൻ്റെ ഭാരം വർദ്ധിക്കും. അപ്പോൾ വീണ്ടും ഇന്ധനം കൂടുതൽ ആവശ്യമായി വരും. റോക്കറ്റിൻ്റെ ഭാരം അധികം വർദ്ധിക്കാത്ത ഏതെങ്കിലും ഇന്ധനം ഉപയോഗിച്ച് വർഷങ്ങളോളം തുടർച്ചയായി റോക്കറ്റ് കുതിക്കണം. വേഗത കൂട്ടാനും കുറയ്ക്കാനും ഈ ഇന്ധനം വേണം. നമ്മുടെ പക്കൽ ഇപ്പോൾ ഇല്ലെങ്കിൽ കൂടി 100% എഫിഷ്യൻസിയുള്ള ഇന്ധനം ഉപയോഗിച്ചാൽ പോലും അത്തരമൊരു യാത്ര അപ്രായോഗികമാണ്. ഊർജത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, വേഗത കൂടുന്തോറും പുതിയ പ്രശ്നങ്ങളും ഉടലെടുക്കും. ശൂന്യാകാശം പൂർണ്ണമായും ശൂന്യമല്ല. അവിടെ ചെറിയ അളവിൽ പ്രോട്ടോണുകളും വലിയ ആറ്റങ്ങളുമുണ്ട്. പ്രകാശവേഗതയോടടുത്ത വേഗതയിൽ കുതിക്കുന്ന ഒരു റോക്കറ്റ് സ്പേസിലെ ഈ ആറ്റങ്ങളിലും മൈക്രോമീറ്റിയോറൈറ്റ് എന്നറിയപ്പെടുന്ന ചെറിയ തരികളിലും ഇടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. അത്തരം ഭീമമായ വേഗതയിൽ ഒരു ചെറിയ തരി വന്നിടിക്കുന്നത് അതിവേഗതയിൽ ഒരു ട്രക്ക് വന്നിടിക്കുന്ന ആഘാതമായിരിക്കും ഉണ്ടാക്കുക. വേഗത കൂടുന്തോറും ഇത്തരം പ്രശ്നങ്ങളുടെ ആഘാതം അനേകം മടങ്ങായി കൂടുമെന്നും ഓർക്കണം. അതിനേക്കാൾ വലിയ പ്രശ്നമാണ് സ്പേസിൽ ധാരാളമുള്ള പ്രോട്ടോണുകളുമായുള്ള കൂട്ടിയിടി. പ്രകാശവേഗതയോടടുത്തുള്ള വേഗതയിലുള്ള ഈ കൂട്ടിയിടിയിൽ പ്രോട്ടോണുകൾ റോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറും. അതിനെ തടയാൻ മീറ്ററുകൾ കട്ടിയുള്ള ലെഡ് പോലെയുള്ള ലോഹങ്ങൾ വേണം. അപ്പോൾ ഈ പ്രോട്ടോണുകൾ ലോഹത്തെ ചൂടാക്കി ഉരുക്കിക്കളയുന്നത് എങ്ങനെ തടയും? ഈ താപം എങ്ങോട്ട് ഒഴുക്കിക്കളയും? അല്ലെങ്കിൽ ലോഹത്തിന് പകരം റോക്കറ്റിൻ്റെ മുൻപിൽ ഏതാനും കിലോമീറ്ററുകൾ വ്യാപിച്ചു നിൽക്കുന്ന കാന്തിക വലയം വേണം. രണ്ടാമത് പറഞ്ഞ സംഗതി എങ്ങനെ നടപ്പാക്കുമെന്നത് പോലും അറിയില്ല. എന്തായാലും ഈ 2 സംഗതികളും റോക്കറ്റിൻ്റെ ഭാരം 100 കണക്കിന് ടൺ വർദ്ധിപ്പിക്കും. അപ്പോൾ പിന്നെ പ്രകാശവേഗതയോടടുത്ത വേഗതയിലേക്ക് ത്വരണം ചെയ്യാൻ കൂടുതൽ ഇന്ധനം വേണം. കൂടുതൽ ഇന്ധനം കൂടുതൽ ഭാരമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ പ്രകാശവേഗതയുടെ അടുത്തുള്ള വേഗതയിൽ 10-100 പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ച് തിരിച്ചു വരികയെന്നത് തികച്ചും അപ്രായോഗികമാണ്. അതിനുള്ള ഊർജം ലഭിക്കാൻ റോക്കറ്റിൻ്റെ പിന്നിൽ ഒരു ചെറിയ നക്ഷത്രം തന്നെ വേണ്ടിവരും. അത്രയ്ക്കും അപ്രായോഗികമാണത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭൂമിയിലെ മനുഷ്യർക്ക് മാത്രം ബാധകമായ ഒന്നല്ല. അന്യഗ്രഹ ജീവികൾക്കും ഇത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്താലേ അവർക്കും നക്ഷത്രാന്തര യാത്രകൾ നടത്താൻ സാധിക്കൂ. നമ്മെക്കാളും വലിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്ത ജീവികൾക്ക് ഇതൊക്കെ സാധിക്കുമെന്ന് വെറുതെ അങ്ങ് ചിന്തിക്കാൻ കഴിയില്ല. നമുക്കും അന്യഗ്രഹ ജീവികൾക്കും ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും ലഭ്യമായ മൂലകങ്ങളുമെല്ലാം ഒന്നായിരിക്കുമെന്നത് എൻ്റെ മുന്നിലെ വീഡിയോയിൽ പറഞ്ഞത് ഓർക്കുമല്ലോ. നമുക്കുള്ളതുപോലെയുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ തരണം ചെയ്താലേ ആർക്കും ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ കഴിയൂ. അടിസ്ഥാനപരമായി അസാധ്യമായ കാര്യങ്ങൾ ആർക്കും മറികടക്കാൻ കഴിയില്ല.
ചുരുക്കി പറഞ്ഞാൽ അതിവേഗ നക്ഷത്രാന്തര യാത്രകൾ നടത്താൻ നമുക്കെന്തെല്ലാം അടിസ്ഥാന പ്രശ്നങ്ങളുണ്ടോ അവയൊക്കെ അന്യഗ്രഹ ജീവികൾക്കും ഉണ്ടാകും. തൽക്കാലം പ്രകാശവേഗതയോടടുത്ത് സഞ്ചരിക്കുന്ന റോക്കറ്റുകളും സമയത്തിൻ്റെ അപേക്ഷിത കാരണം ഏതാനും വർഷങ്ങൾ കൊണ്ട് നൂറുകണക്കിന് പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ചു വരുന്ന സഞ്ചാരിയുമെല്ലാം സയൻസ് ഫിക്ഷൻ സിനിമകളിലും കഥകളിലും മാത്രമേ ഒതുങ്ങുന്നതാണ്. ഇതായിരിക്കണം ഭൂമിക്ക് പുറത്ത് ആരെങ്കിലും ഉള്ളതിൻ്റെ നേരിട്ടുള്ള ലക്ഷണങ്ങൾ നാം കാണാത്തത്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വന്യമായ ഭാവനകൾ ഉണ്ടാക്കാം. അതായത് മനുഷ്യർ അനേകം തലമുറകളായി സഞ്ചരിക്കുക. ഒരഞ്ചാറ് ആണും പെണ്ണും യാത്ര തുടങ്ങുകയും അവരുടെ അനേകം തലമുറകൾ കഴിയുമ്പോൾ അവർ ഏതെങ്കിലും നക്ഷത്രയൂഥങ്ങളിൽ പ്രവേശിക്കുകയും ജീവനുള്ള ഗ്രഹങ്ങളിൽ എത്തിപ്പെടുകയും ചെയ്യുമായിരിക്കും എന്നാവും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രം. ഇത് സാധ്യമാണോ? ഇതിനായി സഞ്ചരിക്കുന്ന ഒരു പട്ടണം തന്നെ പേടകത്തിൽ ഉണ്ടാക്കേണ്ടി വരും. കാരണം 5-6 മനുഷ്യർ പോയാലൊന്നും അനേകം തലമുറകളെത്താൻ സാധ്യതയില്ല. അവർ വംശനാശം വരാതിരിക്കാൻ ജനിതക വ്യതിയാനം ആവശ്യത്തിന് വേണം. എന്നുവെച്ചാൽ കുറഞ്ഞത് 20,000 ആളുകളെങ്കിലും സഞ്ചരിക്കണമത്രേ. അങ്ങനെ വീണ്ടും നമ്മൾ ഊർജ്ജ പ്രതിസന്ധിയിൽ എത്തിച്ചേർന്നു. ഇത്രയും ഭീമമായ ഭാരമുള്ള റോക്കറ്റ് പ്രകാശവേഗതയുടെ അടുത്തെത്തിയില്ലെങ്കിൽ പോലും അത്യാവശ്യം വലിയ വേഗതയിലേക്ക് എങ്ങനെ തരണം ചെയ്യും? ഇതൊക്കെ ഒഴിവാക്കാൻ വംശനാശം വരില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ പോരെ? ജനിതകപരമായ വൈവിധ്യങ്ങളും ജനിതക രോഗങ്ങളും പ്രത്യുൽപാദന പ്രക്രിയയെ ബാധിക്കുന്ന ജനിതക പ്രശ്നങ്ങളും ഇല്ലെന്ന് ഉറപ്പുള്ള മനുഷ്യരെ തിരഞ്ഞെടുത്താലോ? എന്നാലും മ്യൂട്ടേഷനുകളെ എങ്ങനെ നിയന്ത്രിക്കും? അതുകൊണ്ട് തൽക്കാലം ഇത്തരം ഭാവനകളൊക്കെ അവിടെ നിൽക്കട്ടെ. മനുഷ്യനും അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾക്കും സഞ്ചരിക്കാനായി ഭാവനയിൽ പലവിധ ആശയങ്ങൾ ഉണ്ടാക്കാമെങ്കിലും ദീർഘകാലത്തെ നക്ഷത്രാന്തര യാത്രകൾ നടത്തുവാൻ ഏറ്റവും യോജിച്ചത് റോബോട്ടുകളാണ്. നാം പേടകങ്ങൾ അയച്ചതുപോലെ നമ്മേക്കാൾ വളരെ വലിയ സാങ്കേതിക വിദ്യകൾ നേടിയ ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ നിർമ്മിത ബുദ്ധിയുള്ള റോബോട്ടുകളായിരിക്കും അയക്കുക. ചിലർ ഇക്കാര്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തിട്ടുണ്ടാകാം. നിർമ്മിത ബുദ്ധിയുള്ള റോബോട്ടുകൾക്ക് എത്ര കാലം വേണമെങ്കിലും സഞ്ചരിക്കാം. ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് വർഷങ്ങൾ. അവർക്ക് റോക്കറ്റിൻ്റെ എത്ര വലിയ ത്വരണവും സഹിക്കാൻ കഴിയും. ജീവികൾക്കിത് സാധിക്കില്ല. സ്പേസിലെ പ്രോട്ടോണുകളിലും ആറ്റങ്ങളിലും മൈക്രോ മീറ്റിയോറൈറ്റുകളിലും ഇടിച്ച് അവരുടെ റോക്കറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പാകത്തിനുള്ള വേഗതയിൽ അവർക്ക് സഞ്ചരിക്കാം. മാത്രമല്ല റോക്കറ്റിൻ്റെ വ്യാസം കുറച്ച് നീളം കൂട്ടി കൂട്ടിയിടികൾ കുറയ്ക്കാനും കഴിയും. റോക്കറ്റിൻ്റെ ഉള്ളിലെ സ്ഥല സൗകര്യം കുറഞ്ഞാലും റോബോട്ടുകൾക്ക് പരാതിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതൊന്നും കൂടാതെ അനേക വർഷങ്ങൾ യാത്ര ചെയ്യാൻ ടൺ കണക്കിന് ഭക്ഷണമൊന്നും കരുതണ്ട. അവരുടെ ഭക്ഷണം വൈദ്യുതി ആയിരിക്കുമല്ലോ. വേണമെങ്കിൽ ഇടയ്ക്ക് ഓഫായി ഇരുന്ന് ഊർജ്ജം ലാഭിക്കുകയും ആകാം. നിർമ്മിത ബുദ്ധിയുള്ള റോബോട്ട് ജീവികൾ യാത്രയിലുടനീളം നക്ഷത്രങ്ങളെ പഠിക്കുകയും ഡാറ്റ വിശകലനം ചെയ്യുകയും ചിന്തിക്കുകയും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യുന്നതിന് പകരം യാത്രയുടെ ഗതി അവർ പഠനങ്ങൾക്കനുസരിച്ച് ചിന്തിച്ചു മാറ്റുകയും ചെയ്യും. ആ റോബോട്ടുകൾ ചിന്തിക്കുന്നത് ശാസ്ത്രമായിരിക്കും. ജീവനുള്ള ഒരു ഗ്രഹം കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ റോക്കറ്റിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ആഹ്ലാദമോ ആവേശമോ ഒന്നും തോന്നില്ല. തൻ്റെ ലാബിലിരുന്ന ഭൗതികശാസ്ത്രത്തിലെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ തലപുകഞ്ഞ് ചിന്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന് മറ്റെല്ലാ ചിന്തകളും ഒരു ശല്യമാണെന്നതുപോലെ റോബോട്ടുകൾക്ക് അത്തരം ചിന്തകൾ അനാവശ്യമാണ്. വെറുതെ ഊർജ്ജനഷ്ടം മാത്രമുണ്ടാക്കുന്ന അത്തരം തോന്നലുകളൊന്നും അവരുടെ കൃത്രിമ മസ്തിഷ്കത്തിലുണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ അവരുടെ നിർമ്മിത ബുദ്ധിക്ക് ഭാവനകൾ ഉണ്ടാക്കാൻ കഴിയും. ആ ഭാവനകൾ പക്ഷേ ശാസ്ത്രത്തിലെ പുതിയ ഹൈപ്പോതെസിസുകളായിരിക്കും. അവയൊക്കെ പഠിച്ചും പുതിയവ ഉണ്ടാക്കിയും യാതൊരു പരാതിയുമില്ലാതെ അവരങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ആയിരക്കണക്കിന് വർഷങ്ങളായി ആരോ അയച്ച മറ്റ് ഗ്രഹങ്ങളെ തിരഞ്ഞു നടക്കുന്ന കൃത്രിമ ജീവികൾ നമ്മുടെ ഗാലക്സിയിൽ തന്നെയുണ്ടാകും. ഒരിക്കൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നതായി നാം കണ്ടെത്തിയാൽ മിക്കവാറും അവർ നിർമ്മിത ബുദ്ധിയുമായി വരുന്ന റോബോട്ടുകളായിരിക്കും. ചിലപ്പോൾ റോബോട്ട് ജീവികളെ കാണുവാനുള്ള ഭാഗ്യം പോലും മനുഷ്യർക്കുണ്ടാകില്ല. മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും കുറേ അകന്ന് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സൂര്യനെ ആരും കണ്ടെത്തിയില്ലെങ്കിലോ? മിക്കവാറും നമ്മളിങ്ങനെ ആരും അറിയാതെ ഭൂമി എന്ന ഗ്രഹത്തിൽ ജീവിക്കും, വംശനാശം വന്നു പോകുന്നത് വരെ.